അതേ ഒരു സിനിമയിൽ ഇന്നസെൻ്റ് വന്ന് ജഡ്ജിയായി റിട്ടയർ ചെയ്ത തിലകനോട് പറയുന്നുണ്ട്, എടോ താൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നസെൻ്റ് പറയുന്നു, ഞാനൊരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. 7 ദിവസമായി എനിക്ക് വിശക്കുന്നു, ഞാൻ ആഹാരം കഴിച്ചിട്ട് 7 ദിവസമായി. നിങ്ങളൊക്കെ കണ്ട ഒരു സീനാണ് ഇത്. ഞാനിപ്പോൾ പറയാൻ കാര്യം, നമ്മളുടെ ജസ്റ്റീന്ദർ സിംഗ് ട്രൂഡോ, ജസ്റ്റിൻ ട്രൂഡോ ആണ്, ഞാനങ്ങനെ ജസ്റ്റീന്ദർ സിംഗ് ട്രൂഡോ, പുള്ളിക്ക് ഖാലിസ്ഥാനികളുടെ സ്നേഹം കൊണ്ട് മാന്തി മറന്ന് ഭ്രാന്ത് പിടിച്ച് അതുകൂടെ അത് ഇച്ചിരി മയക്കുമരുന്ന് പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവർക്ക് വേണ്ടി ബ്രീഫായിട്ട് വീണ്ടും പറയാം. ഈ G20 എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടല്ലോ, അതിൽ പങ്കെടുക്കാനായിട്ട് ജസ്റ്റിൻ ട്രൂഡോ ഡൽഹിയിൽ വന്നു, പങ്കെടുത്തു. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നില്ല. അപ്പോൾ മോദി ഇപ്പോൾ ഒരു രാഷ്ട്രത്തലവൻ തിരിച്ചു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ സത്യാഗ്രഹം വല്ലതും തുടങ്ങിയോ? അതൊക്കെ ആളെ അയച്ചു ചോദിച്ചു, എന്താ ചേട്ടാ മൂപ്പര് പോകാൻ പ്ലാനില്ല? ഇല്ല അതേ ഞങ്ങളുടെ വിമാനം കേടായി. ഓ അതാണ്, അതിന് ഞാൻ വേറെ വിമാനം തരാമെന്ന്. വേണ്ട, ഞങ്ങളുടെ വിമാനത്തിൻ്റെ സ്പെയർ പാർട്സുമായിട്ട് വേറൊരു വിമാനം കാനഡയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, അത് വന്ന് അതിട്ട് മാറ്റി. അല്ല അത്രയൊന്നും ബുദ്ധിമുട്ടുന്ന കാര്യമില്ല, ഞങ്ങൾക്ക് വിമാനമുണ്ട്, അത് സേഫായിട്ട് കൊണ്ടുപോക്കും. ഒന്നുമില്ല. ഏടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ രഹസ്യാന്വേഷണം IBയിൽ 1-2 പേര് സൂത്രത്തിന് അന്വേഷിച്ചു. അവർ വന്ന് അജിത് ഡോവലിനോട് പറഞ്ഞു, സാർ ആൾ ഓഫായി കിടക്കുകയാണ്, മയക്കുമരുന്ന് കഴിക്കും ജസ്റ്റിൻ ട്രൂഡോ. ഇത് ഏതാണ്ട് കൂടുതൽ കഴിച്ചു, മീറ്റിംഗ് കഴിഞ്ഞുള്ള ആഘോഷത്തിലോ മറ്റോ. ഇതോടെ ഈ മനുഷ്യന് ബോധം നഷ്ടപ്പെട്ടു, അങ്ങനെ കിടക്കുക. ഈ അവസ്ഥയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ വിമാനത്തിന് കേടൊന്നും ഉണ്ടായിട്ടല്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അജിത് ഡോവൽ പറഞ്ഞു, എന്നാൽ വല്ല ആശുപത്രിയിലാക്കടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ പണ്ടാരം ചത്തുപോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ സമാനം പറയാം, ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഇല്ല ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഞങ്ങൾക്കിത് സ്ഥിരം പതിവാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഒരു 48 മണിക്കൂർ ഉറങ്ങും വെളിവില്ലാതെ. 48 മണിക്കൂർ കഴിഞ്ഞ് ഈ കക്ഷി എണീറ്റ് മൂത്രമൊക്കെ ഒഴിച്ച് മുഖം കഴുകി എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് കാനഡയ്ക്ക് തിരിച്ചുപോയി. ഇതാണ് കക്ഷി. അതാണ് ഞാൻ ജസ്റ്റീന്ദർ സിംഗ് ട്രൂഡോ എന്ന് പറയാൻ കാര്യം. ട്രൂഡോ ഭയങ്കര ആരോപണമായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഹർദീപ് സിംഗ് നിജ്ജറെ നമ്മൾ കൊന്നു, ഹർപത്വന്ത് സിംഗ് പന്നുവിനെ കൊന്നു, നരേന്ദർ സിംഗ് തോമർ സിംഗിനെ കൊന്നു. ഉള്ള സിഖുകാരെ മുഴുവൻ കൊന്നത് ഇന്ത്യയാണ്. ലോറൻസ് ബിഷ്ണോയുടെ ഗ്യാങ്ങാണ്. എന്ത് ചെയ്യുമെന്ന് പറയാം. ഈ പാലാരിവട്ടം ശശിയുടെ ഗ്യാങ് കാനഡയിൽ പോയിട്ട് ആളെ കൊന്നു, ഇത് പറയാൻ മടിയില്ല ഇങ്ങർക്ക്. എന്ത് ചെയ്യാൻ പറ്റും? ലോറൻസ് ബിഷ്ണോയുടെ ആൾക്കാരാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കച്ചറ മുഴുവൻ ഉണ്ടാക്കി. ആദ്യമൊക്കെ ഡോക്ടർ ജയശങ്കർ, നമ്മളുടെ വിദേശകാര്യമന്ത്രി, മറ്റൊരു രാജ്യമാണല്ലോ, പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവോ ഉണ്ടെങ്കിൽ നോക്കട്ടെ. കുറേ ഈ പുകമറയല്ലാതെ ഒരു കടലാസ് കൃഷ്ണമോ സംഗതിയോ ഫോട്ടോയോ ഒന്നും തന്നെ കയ്യിലില്ല. പക്ഷേ ഇൻ്റർനാഷണൽ ആൾക്കാരാണ് ഇവർ. 5 ഐസാണ്. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK, USA. ഈ 5 പേര്, 5 കണ്ണുകൾ ഇൻ്റലിജൻസിൻ്റെ പണ്ട് മുതൽ വലിയ കൂട്ടുകെട്ടാണ്. അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്നു. അവസാനം ഡോക്ടർ ജയശങ്കർ പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, താൻ എനിക്ക് തരണ്ട, മറ്റേ തമ്പരാക്കം തൻ്റെ കൂട്ടുകാരുണ്ടല്ലോ ബാക്കി 4 പേര്, അവർക്കെങ്കിലും കൊടുക്കുക, അവർ നോക്കട്ടെ, കൊടുക്കാൻ ഇയാളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ. പക്ഷേ ഭയങ്കര ബഹളം. ഇയാൾ കനേഡിയൻ പാർലമെൻറ്റിൽ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, കംപ്ലീറ്റ് അങ്ങ് വലിയ ഹൈപ്പായി. ഖാലിസ്ഥാനികളെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ദുരിതമനുഭവിക്കുന്ന ജനത. ആകെ ഇനി അവർക്ക് മറ്റേ നമ്പർ മാത്രമേ അവർ ഇറക്കാതെ ഉള്ളൂ. ഏത്? സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ. ആ സാധനം ഇറക്കിയിട്ടില്ല. അത് സർദാർജിമാർക്ക് അത് ഇറക്കാനുള്ള ഒരു നാണക്കേടുണ്ട്. അതുകൊണ്ടാണ് ആ നാണക്കേട് മാറിക്കോളും, താമസിച്ച് അത് ആ സ്ഥിതിയിലേക്ക് വരും. ഏതായാലും ഈ സർദാർജിമാരിങ്ങനെ പോയി കാനഡയിൽ വിലസിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഒരു ഉഗ്രൻ പ്രകടനം ഒന്ന് നടത്തി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനതിൻ്റെ വീഡിയോയും കണ്ടു. സർദാർജിമാർ പറഞ്ഞു, വെള്ളക്കാർ കാനഡ വിടുക, ഞങ്ങളുടെയാണ്. ഇതാണ് ഖാലിസ്ഥാൻ. ഇതിനെ നിങ്ങൾ കാനഡ എന്ന് വിളിക്കുന്നില്ലേ? ഇത് കാനഡ അല്ല, ഇത് ഖാലിസ്ഥാനാണ്. അല്ല, അപ്പോൾ കാനഡ എവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇത് ഖാലിസ്ഥാനാണ്. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ എന്ന് പറഞ്ഞ പോലെ കാനഡ അല്ലടാ, ഇത് ഖാലിസ്ഥാൻ.
എന്ന് സർദാർജിമാർ പ്രഖ്യാപിച്ച് ജാഥയും നടത്തി. ഈ സാഹിബിൻ്റെയൊക്കെ അകവാള് വെട്ടിപ്പോയില്ലേ. ഇവിടെ ഇതിപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കും. പുറത്താക്കും സർദാർജി പറഞ്ഞ് നിന്നെ പുറത്താക്കും ഞാൻ. എനിക്ക് വേറെ ഖാലിസ്ഥാനില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലമില്ല. ഉണ്ടോ? ഒരു സ്ഥലമില്ല. ഇതെവിടെ? പഞ്ചാബിലാണോ ഖാലിസ്ഥാൻ? പഞ്ചാബിൽ എവിടെയാണ്? ഏതൊക്കെ ജില്ല ചേർത്താണ് ഒരു ഖാലിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. ചുമ്മാ ഖാലിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുക. 10 പഞ്ചാബിൽ തികച്ച് ഉമ്മരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വെടികൊണ്ട് ചത്തുപോകും. കയ്യിൽ കുറേ കാശുള്ള പഞ്ചാബികൾ കൂടിയിട്ട് കാനഡയിൽ നടത്തുന്ന നാടകം. നേരത്തെ ഈ നാടകം UK നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് കാനഡ ഉമ്മരെ എടുത്ത് തലയിൽ വെച്ചത്. ഇപ്പോൾ എന്തായി? തോളത്തിരുന്ന് ചെവി കടിക്കാൻ തുടങ്ങി സായിപ്പന്മാർ. വെള്ളക്കാർ സ്ഥലം വിടുക, കാനഡ ഞങ്ങളുടെയാണ്. ബാക്കിയുള്ള വെള്ളക്കാരല്ലാത്ത ഇന്ത്യക്കാരും ഉണ്ടല്ലോ അവിടെ, അവനെയൊക്കെ വെട്ടി നിരത്തും. കപ്പൽ കയറി വേഗം സ്ഥലം വിടാൻ നോക്ക്, അല്ലെങ്കിൽ ഏത് നിമിഷവും ഞാൻ വെട്ടിക്കൊല്ലും. ഇതാണ് സർദാർജിമാരുടെ ജാഥ. അപ്പോൾ ട്രൂഡോയോട് പോയി പറഞ്ഞു, ചേട്ടാ അവർക്ക് പ്രാന്തളത് കേട്ടാ. എന്ത് പറഞ്ഞു? വെള്ളക്കാർ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? ഇതേ നോക്ക്, ജനൽ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വലിയ ജാഥ പോകുന്നു. 10-25 സർദാർജിമാർ കൂടിയിട്ട് ഇറങ്ങടാ വെള്ളക്കാരെ പുറത്ത്, നിൻ്റെ നാടിതിൽ, ഇതിൻ്റെ പേര് കാനഡയല്ല, വലിയ ബാനറൊക്കെ പിടിച്ചിരിക്കുന്നു, ഖാലിസ്ഥാൻ സിന്ദാബാദ്. എൻ്റെ ദൈവമേ. അവസാനം ട്രൂഡോ പറഞ്ഞു, എടാ പാമ്പിനെയാണല്ലോ നമ്മൾ പാല് കൊടുത്തത്. സർദാർജിമാരും പറഞ്ഞു, അതേടാ പാമ്പിന് തന്നെയാണ് നീ പാല് കൊടുത്തത്. എന്തു ചെയ്യും? ട്രൂഡോ മാറി മറിഞ്ഞു. ട്രൂഡോയുടെ ഓപ്പോസിഷനുണ്ട്. അവർ ട്രൂഡോയെ കൂവി. പാർലമെൻറ്റ് ആയതുകൊണ്ട് തുണിവൊക്കെ കാണിച്ചില്ല, ഭാഗ്യം. കൂവിയ ഭംഗിയായിട്ട് കൂവി. ട്രൂഡോയുടെ ഇംഗ്ലീഷൊക്കെ തെറ്റിപ്പോയി, സ്പീക്കറും ഒക്കെ ഇടപെട്ട് ആ കൂടെ നാണക്കേടായി. അവസാനം ട്രൂഡോ ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നു, ഹർദീപ് സിംഗ് നിജ്ജർ വധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടെന്നോ ഇദ്ദേഹത്തിന് നമ്മുടെ അജിത് ഡോവൽ, S ജയശങ്കർ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നോ ഉള്ള ഒരു തെളിവും ഞങ്ങളുടെ കയ്യിലില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല. അതാണ്. 7 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എനിക്ക് വിശക്കുന്നു. കാരണം ട്രൂഡോയുടെ പെൻഷൻ ഫണ്ട് നമ്മുടെ ഇരിക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏറിയാൽ 1 മാസമേ ഈ നാടകം ഓടുകയുള്ളൂ. പിന്നെ പെൻഷൻ കൊടുക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. കാനഡ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞാൽ 3%, 4%, 2.5% ഒക്കെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. 10 വർഷത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ജപ്പാൻകാരൻ പറയും 1.5% പലിശ തരാമെന്ന് പറയും. ഇതൊക്കെയാണ് അവിടുത്തെ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ. അത് മോശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇവിടെ നല്ല കാശ് കിട്ടും. കാനഡ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ പെൻഷൻ ഫണ്ട്, അവരുടെ പൗരന്മാർക്ക് പെൻഷൻ കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്യണം. ഇപ്പോൾ 1 മാസമായി. മിക്കവാറും അജിത് ഡോവൽ അതൊന്ന് ചവിട്ടി പിടിച്ചിരിക്കും. RBIയോട് പറഞ്ഞിട്ട് ഒന്ന് സ്ലോ ആക്കിയാൽ മതി. സിസ്റ്റം സ്ലോ ആകുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടല്ലോ. നമ്മുടെ ഈ അക്ഷയ കേന്ദ്രമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സ്വർഗരാജ്യത്തിലെത്തിക്കുന്നവരാണ്. ഫോം അപ്ലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇതുപോലത്തെ കലാപരിപാടിയാണ്. അക്ഷയ കേന്ദ്രം സ്ലോ ആകുന്നത് കണ്ടിട്ടില്ല. നമ്മളൊരു ആവശ്യത്തിന് ചെല്ലുമ്പോൾ മരണാവശ്യത്തിനാണ് പോകുന്നത്. കമ്പ്യൂട്ടർ സ്ലോ ആണ്, സിസ്റ്റം സ്ലോ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റൈൽ, സിസ്റ്റം സ്ലോ ആണ്. ഇതുപോലെ കാനഡയിൽ കമ്പ്യൂട്ടർ മാത്രം RBI നോക്കുമ്പോൾ അവരുടെ അക്കൗണ്ട് മാത്രം ഇച്ചിരി സ്ലോ ആകും. അതൊക്കെ ചെയ്യാമല്ലോ കമ്പ്യൂട്ടർ. ഇത് ചെയ്താൽ ഈ പണ്ടാരക്കാലിന് പെൻഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു വെളിപാട് പോലെ ഞാനിതൊന്നും അറിഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, എപ്പോൾ എന്നൊക്കെ ചോദിക്കുന്ന സ്ഥിതിയായി. പത്രപ്രവർത്തകരെ കാനഡയിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് പങ്കുള്ളതായി കാനഡ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രസ്താവനയിൽ പറയുന്നു. ദ ഗ്ലോബ് ആൻഡ് മെയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് മറുപടിയായിട്ടാണ് കനേഡിയൻ സർക്കാർ പ്രസ്താവന ഇറക്കിയത്. അവിടുത്തെ ഒരു പത്രത്തിൽ വന്നു, ഇവിടുത്തെ ഈ നരേന്ദ്രമോദിക്കും എല്ലാം ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ക്ലാരിഫിക്കേഷൻ പത്രക്കുറിപ്പായിട്ട് ഇറങ്ങുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നറിയാമോ? മാധ്യമ റിപ്പോർട്ട് അങ്ങേയറ്റം പരിഹാസ്യവും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന ഇന്ത്യയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് സംഭവത്തിൽ കാനഡ വ്യക്തത വരുത്തുന്നത്.
അമിത്ഷായുടെ നേതൃത്വത്തിലാണ് ഹർദീപ് സിംഗ് നിജ്ജറിനെ വധിച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പിന്നെ പാലാരിവട്ടം ശശിക്കും പദ്ധതിയെക്കുറിച്ച് അറിയാമെന്നുമായിരുന്നു കനേഡിയൻ പത്രത്തിൻ്റെ റിപ്പോർട്ട്. കാനഡയുടെ ഈ നടപടിക്കെതിരെ ഇന്ത്യ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയത് അപകീർത്തി പ്രചാരണമാണെന്ന് പറഞ്ഞു. കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജ്ജർ 2023 ജൂണിൽ വാൻകൂവറിൽ വെച്ച് മരിച്ചു, കൊല്ലപ്പെട്ടു. അതിനെ തുടർന്നാണ് ഈ ഏടാകൂടം മുഴുവൻ ഉണ്ടായത്. ഇപ്പോൾ പറയുന്നു ഇതിനൊന്നും യാതൊരു തെളിവുമില്ല, വാഴിക്കയല്ലോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങേരി മാന്യന്മാരെ പറ്റി വേണ്ടതിനൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെന്ന് എന്തിനാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലോകത്തിൽ ഒരുത്തനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഗുണ്ടയുടെ ആവശ്യമുണ്ടോ? ഒരു പാലാരിവട്ടം ശശിയെ കാനഡയിൽ അയച്ചിട്ട് വേണം ഒരാളിനെ കൊല്ലാൻ? ഇവിടെ ഇത് കാനഡയിൽ തന്നെ സംവിധാനമുണ്ട്. നമ്മളുടെ R&AW റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇവരെന്താ ചെയ്യുന്നത്? നമ്മളുടെ അസറ്റുകൾ ഓൾറെഡി ഫോറിൻ കൺട്രീസിലെല്ലാം ഉണ്ട്. അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ, ആ ആളിനോട് പറഞ്ഞു ഇന്ന ആളിനെ തട്ടണമെന്ന് പറഞ്ഞാൽ തട്ടിയിരിക്കും. അതിന് കുറച്ച് കേസും ബഹളമൊക്കെ നടക്കും. ബട്ട് സാധനം അങ്ങ് പോകും. എത്ര പേരെ ഈ അജ്ഞാതൻ ഇന്ന് വരെ ആർക്കെങ്കിലും അറിയാമോ അജ്ഞാതൻ കൊന്നു? ഏതാ ഈ അജ്ഞാതനെന്ന്? ഇപ്പോൾ എല്ലാവരും പറയുന്നത് ലോറൻസ് ബിഷ്ണോയുടെ ആളാണ് ഈ അജ്ഞാതൻ എന്ന് പറയുന്നു. ലോറൻസ് ബിഷ്ണോയെ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ലോറൻസ് ബിഷ്ണോയെ പറയണമല്ലോ എൻ്റെ ആളാണ് അത് ചെയ്തതെന്ന്. ചെയ്തിട്ടില്ല. അങ്ങനെ ബോംബെയിലെ ഒരാളെ കൊന്നുകളഞ്ഞല്ലോ, ബാബ, ഒരു സിനിമ അധോലോക ബന്ധമൊക്കെയുള്ള കക്ഷി, പൊളിറ്റീഷ്യൻ. അയാളെ കൊന്നു. അത് ലോറൻസ് ബിഷ്ണോയാണെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. അയാളുടെ ആളാണെന്ന് പറഞ്ഞു പോലീസ് അറസ്റ്റ് ചെയ്തു. അതിങ്ങനെ പോയി. ബാക്കിയുള്ള ആളുകളെ കൊന്ന അജ്ഞാതനെ ഇതുവരെ ആർക്കും അറിയില്ല. വെറുതെ സ്പെക്കുലേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പലപ്പോഴും സാഹചര്യം വെച്ച് എനിക്കും തോന്നാറുണ്ട് കേട്ടോ, ലോറൻസ് ബിഷ്ണോയുടെ ആളായിരിക്കും. ഞാനത് കുറച്ചുകൂടെ അന്വേഷിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ ആ വിഷയം കൈകാര്യം ചെയ്യാം. ഒരു കാര്യം, ജസ്റ്റിൻ ട്രൂഡോ ഈ വേണ്ടാത്ത കളിക്കെല്ലാം പോയിട്ട് അവസാനം ഈ പറഞ്ഞ ഖാലിസ്ഥാനികൾ അവരുടെ തനിനിറം കാണിച്ചു. ജസ്റ്റിൻ ട്രൂഡോ വെള്ളക്കാരനാണ്, അവനിവിടെ നിന്ന് പോകണം, കാനഡ ഞങ്ങൾക്ക് ഖാലിസ്ഥാനായിട്ട് പ്രഖ്യാപിക്കണം. ഇതാണ് സർദാർജിമാരുടെ ഡിമാൻഡ്. ഇനിയിപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയായി, ഖാലിസ്ഥാനികളായി, അവരായി, അവരുടെ പടയായി അവർ തമ്മിൽ നോക്കട്ടെ. നമുക്ക് ഒന്ന് മാറിയിരിക്കാം. ഇക്കാര്യത്തിൽ കാനഡയിലുള്ള ഭാരതീയ പൗരന്മാർ അനാവശ്യമായിട്ട് ഭയക്കേണ്ട കാര്യമില്ല. ഇത് തീരെ നിസ്സാരമായ ചില പ്രശ്നങ്ങളാണ്. ഇത് പറയുമ്പോൾ ആൾക്കാർ പറയും, ഓ എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥരെ നാട് കടത്തിയില്ലേ, ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതിന് വലിയ പരസ്യമൊന്നും കിട്ടാറില്ലെന്നേ ഉള്ളൂ. കാനഡയിൽ നിന്നും എത്ര എണ്ണമാണ് ഇവിടെ എംബസി എന്ന് പറഞ്ഞ് ഡൽഹിയിൽ വന്ന് തമ്പടിച്ച് കിടന്നറിയാമോ? റെസിപ്രോസിറ്റി തിയറി വെച്ചിട്ട് എത്ര നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടോ അത്രയും ഇവിടെ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറേ പേരെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ നിജ്ജർ പരിപാടിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പോടെ കുറേ പേരെ കൂടെ കയറ്റി അങ്ങ് വിട്ടു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ആൾക്കാരെ നമ്മൾ പിൻവലിച്ചു. കാരണം അവരുടെ പേരിൽ ഈ നിജ്ജറിനെ കൊന്ന് നമ്മുടെ അംബാസഡറാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോയി. അവർ രാത്രി ജയശങ്കർ അംബാസഡർ പറഞ്ഞ് വണ്ടി കയറി വാഴ അവിടെ നിന്ന് പറഞ്ഞ് 3-4 പേരെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പെട്ടെന്ന്. കാരണം ഇവർ അറസ്റ്റ് ചെയ്ത് ജയിലിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ പോലും ഇതെല്ലാം നയതന്ത്ര തലത്തിലാണ് നടക്കുന്നത്. കാനഡയിലുള്ള മറ്റ് ഭാരതീയർക്ക് യാതൊരു പ്രശ്നമില്ല. അവരിപ്പോഴും വരുന്നുണ്ട്, പോകുന്നുണ്ട്, യാത്രയ്ക്ക് തടസ്സമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അനാവശ്യമായ ഒരു ഭീതി പരത്തേണ്ട കാര്യമൊന്നുമില്ല. കാനഡയിൽ താമസിക്കുന്ന പ്രത്യേകിച്ചും മലയാളികൾ ധാരാളം കാനഡയിൽ പോയിട്ടുണ്ട്. അവരൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊന്നും ഒരു പരിധിക്കപ്പുറം എസ്കലേറ്റ് ആവാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും ഈ ജസ്റ്റിന്ദർ സിംഗ് ട്രൂഡോ കളിച്ച കളി കൈവിട്ടതായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും അങ്ങേർക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ പറഞ്ഞത് വല്ല ഡ്രഗ്സിൻ്റെ പുറത്ത് പറയുകയും പിന്നെ മാറ്റി പറയുമോ എന്ന് അതും ഉറപ്പില്ല. താങ്ക് യു.